like, share, subscribe. എന്താണ് ഉച്ഛിഷ്ട ഗണപതി ഉപാസന? മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗണപതി ഉപാസനയെക്കുറിച്ചിട്ട് മുൻപ് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗണപതിയുടെ വളരെ ശക്തിമത്തായിട്ടുള്ളതും ശാക്തേയമായിട്ടുള്ളതുമായ ഒരു ഉപാസനാ സമ്പ്രദായമാണ് ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത്. ഈ ഗണപതിയെ വളരെ എളുപ്പം പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നതും അത്തരത്തിൽ സേവ നടത്തി പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ സേവകന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു മൂർത്തി വിശേഷമാണ് ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത്. ഉച്ഛിഷ്ട ഗണപതിയെ ആദ്യം ധ്യാന ശ്ലോകം ധ്യാനം ചെയ്യേണ്ടത് അവിടെ വില്ല്, ശരം, തോട്ടി, പാശം എന്നീ 4 കൈകളിൽ ഓരോ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് 4 കൈകളോടുകൂടി താമരപ്പൂവിലിരിക്കുന്ന ഗണപതി പത്നിസമേതനായിരിക്കുന്ന മൈഥുന താല്പര്യത്തോടുകൂടി നഗ്നയായിട്ടുള്ള പത്നിയോട് ഒപ്പം മൈഥുന ചേഷ്ടകൾ കാണിച്ചിരിക്കുന്ന ഗണപതി സങ്കല്പമാണ് ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത്. ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസന ചെയ്യുകയാണെങ്കിൽ 1,00,000 തവണ ഉച്ഛിഷ്ട ഗണപതി മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയാൽ അയാൾക്ക് ഗണപതി വശംവദനാകുകയും അയാളുടെ എല്ലാ ആഭീഷ്ട കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉപാസനാ സമ്പ്രദായമാണ് ഉച്ഛിഷ്ട ഗണപതി. ഇത് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഏവർക്കും ധൈര്യസമേതം എടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മൂർത്തി കൂടെയാണ് ഉച്ഛിഷ്ട ഗണപതി. മറ്റ് മൂർത്തികളിൽ നിന്നും വ്യത്യസ്തനായി ഓരോ സാധകനും ആ സാധനാ സമ്പ്രദായം അനുഷ്ഠിച്ച് പോകുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അനുഷ്ഠിച്ച് പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗണപതി മന്ത്രം 1,00,000 തവണ ജപിച്ച് ഭക്തിപൂർവം 1000 തവണ അഗ്നിയിൽ പശുവിൻ നെയ്യ് ഹോമിച്ചിട്ട് വേണം ഇതിൻ്റെ മന്ത്രപുരച്ഛരണം നടത്തുവാനായിട്ട്. ഇല്ലെങ്കിൽ ആ മന്ത്ര സാധകൻ ആ മന്ത്രം പൂർത്തീകരിക്കുവാനായിട്ട്. ഇതിൻ്റെ പ്രയോജനങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് തരത്തിലുള്ള ആഭീഷ്ടങ്ങൾ ഏതും തടസ്സം കൂടാതെ സാധിക്കുവാനായിട്ട് ഉച്ഛിഷ്ട ഗണപതി മന്ത്രം സ്വീകരിക്കുന്നത് കൊണ്ട്, ആ മന്ത്രം ദീക്ഷ ചെയ്ത് അത് വിധിയാവണ്ണം പാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് സാധിക്കും. കറുത്ത അഷ്ടമി മുതൽ വെളുത്ത അഷ്ടമി വരെയുള്ള ദിവസങ്ങളിൽ 1008 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അതിനുശേഷം ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഉച്ഛിഷ്ട ഗണപതി യന്ത്രം പ്രാണപ്രതിഷ്ഠ നടത്തി അതിനു മുന്നിൽ നിന്ന് ഗണപതിയെ ധ്യാനിച്ചുകൊണ്ട് ഉച്ഛിഷ്ട ഗണപതി മന്ത്രം ജപിച്ചാൽ ഗണനാഥൻ ആ ഉപാസകനെ ഒരു ദാസനെ എന്ന പോലെ വന്ന് പ്രീതി കൈകൊള്ളുകയും അദ്ദേഹത്തിൻ്റെ സർവ്വവിധമായിട്ടുള്ള അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഉച്ഛിഷ്ട ഗണപതി മന്ത്രം കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് 27 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് നമ്മളുടെ സ്വയം മുഖം കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളൊരു സദസ്സിലേക്ക് കയറി ചെന്നാൽ ആ സദസ്സിലുള്ള എല്ലാ ആളുകളും അത് എത്ര ഉന്നതനായാൽ കൂടി നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി വശീകരണത്തോടു കൂടി പെരുമാറുകയും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അനുസരിക്കുകയും ചെയ്യും. എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുവാനായിട്ടും ഈ ഉച്ഛിഷ്ട ഗണപതി മന്ത്രം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ യന്ത്രം പ്രാണപ്രതിഷ്ഠ ചെയ്ത് ആ യന്ത്രത്തിൻ്റെ മുന്നിൽ നിന്ന് 1,00,000 തവണ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഉച്ഛിഷ്ട ഗണപതിയുടെ പ്രീതി സമ്പാദിക്കുവാനും അതിൻ്റെ സിദ്ധി നേടുവാനും സാധിക്കും. ഏവർക്കും വളരെ എളുപ്പം പ്രാപ്തമാക്കാവുന്ന ഒരു മന്ത്രവും ഒരു ഉപാസനാ സമ്പ്രദായവുമാണ് ഉച്ഛിഷ്ട ഗണപതി മന്ത്രം എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പം, വളരെ ദുസ്സഹമായ കഠിനമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ക്രിയാപദ്ധതികളുമില്ലാതെ സാധാരണയായിട്ടുള്ള ആളുകൾക്ക് പോലും
ഈ യന്ത്രത്തിൻ്റെയും മുന്നിലിരുന്ന് ഇത് ഹോമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഇത് പ്രീതിപ്പെടുത്താൻ സാധിക്കും. അതിനുശേഷം ഇതിനെ ഗണപതി ഹോമത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹോമ സമ്പ്രദായങ്ങളാണ് ഉച്ഛിഷ്ട ഗണപതിക്ക് ഉള്ളെങ്കിൽ തന്നെ സാധാരണ ഗൃഹസ്ഥരായിട്ടുള്ള പൂജകളൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് വളരെ എളുപ്പം ഈ ചെറിയ ഒരു പദ്ധതി കൊണ്ട്, ഒരു ചെറിയൊരു ക്രിയാപദ്ധതി കൊണ്ട് ഉച്ഛിഷ്ട ഗണപതിയെ പ്രീതിപ്പെടുത്തി സർവ്വവിധമായ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നേടുവാനായിട്ട് സാധിക്കും. Like, share, subscribe.